പ്രിയപ്പെട്ടവരെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 12ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മുൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ആദ്യ ടോപ്പിക്കാണ്. 11 വീഡിയോകളാണ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അവയുടെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കേൾക്കുക, പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഈ 12ാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കുക. ക്ലാസിഫൈ ദി ഫോളോയിങ് സൊല്യൂഷൻ ഇൻ ടു അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. അസിഡിക്കും ബേസിക്കും ന്യൂട്രലുമായ സൊല്യൂഷൻ ലഭിക്കുന്ന ആളെ താഴെ തന്നിരിക്കുന്ന സോൾട്ടിൽ നിന്ന് വേർതിരിക്കുക. അതായത് സോഡിയം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ്, സോഡിയം സയനൈഡ്, സോഡിയം നൈട്രൈറ്റ്, ഇവയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. സോൾട്ട് ഹൈഡ്രോളിസിസുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ വിശദമായ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ച് വരുന്നത് നിങ്ങളൊന്ന് നോക്കുക. NaCl സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്, അതുകൊണ്ട് അത് ന്യൂട്രലാണ്. NaNO3 അസിഡിക് ആണ്, കാരണം ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. NaCN ബേസിക് ആണ്, കാരണം NaCN ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. NaNO2 ബേസിക് ആണ്, ബിക്കോസ് ദർ ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ ആയല്ലോ. ബി, pH ഓഫ് ബ്ലഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് എ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സ്പൈസസ് വെയർ ഈറ്റ്. ഗിവ് റീസൺ. നമ്മൾ ഒരുപാട് ആസിഡ്സ് ഉള്ള, ബേസ് ഉള്ള, സ്പൈസസ് ആയ വസ്തുക്കളൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടും ബ്ലഡിലെ pH കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. എന്താണ് കാരണം? ഇതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ബ്ലഡ് ഈസ് എ ബഫർ. എന്തിൻ്റെ ബഫറാണ്? H2CO3 ബാർ HCO3-. കാർബോണിക് ആസിഡിൻ്റെയും ബൈകാർബണേറ്റിൻ്റെയും ഒരു ബഫർ സിസ്റ്റമാണ് ബ്ലഡ്. അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ട് ആസിഡോ ബേസോ വന്നാൽ പോലും ബ്ലഡിലെ pHൽ ചേഞ്ച് ഉണ്ടാവില്ല. ബ്ലഡ് ഈസ് എ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ബഫർ. ഓക്കെ. അടുത്ത സി, ദി സോലബിലിറ്റി ഓഫ് MgOH ടോയ്സ് അറ്റ് 298 Kelvin is 1.5 × 10⁻⁻⁴. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് 298 കെൽവിനിലുള്ള സോലിബിലിറ്റി തന്നിരിക്കുന്നു. 1.5 × 10⁻⁴. കാൽക്കുലേറ്റ് ദി സോലബിലിറ്റി പ്രോഡക്റ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2017 മാർച്ചിലെ ക്വസ്റ്റ്യനാണിത്. ആ വർഷം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നു എന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നോക്കാം. ആ ഇക്വേഷൻ എഴുതി. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സോലിബിൾ ആകുമ്പോൾ അയോണായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. നോക്കുക സ്ക്രീനിലേക്ക്. ഒരു Mg2+ഉം 2 OH- കിട്ടും. OH ടോയ്സ് എന്ന് കൊടുത്തതിന് അത് തെറ്റാണ്. 2 OH- ഉണ്ടാവുള്ളൂ. ഓക്കെ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സോലിബിലിറ്റി S ആണെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ അയോണ് S ഉണ്ടാവും. OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ 2S ആയിരിക്കും, കാരണം മെഗ്നീഷ്യത്തിൻ്റെ ഇരട്ടി ഉണ്ട് OHൻ്റെ എണ്ണം. ക്ലിയർ? അപ്പോൾ Mg S ആണെങ്കിൽ OH 2S ആവും. സോലബിലിറ്റി പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനായിട്ട് പ്രത്യേകമുള്ളതല്ല. പ്രോഡക്റ്റ് സൈഡിലുള്ള അയോണിൻ്റെ കോൺസെൻട്രേഷനുകളുടെ ഗുണനമാണ് സോലബിലിറ്റി പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന ഗുണനല്ലേ. അപ്പോൾ അയോണുകളുടെ കോൺസെൻട്രേഷൻ്റെ ഗുണനമാണ്. അപ്പോൾ അയോൺ ആരൊക്കെ? Mg2+, അതിന് അത് അല്ലേ കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- 2 ഉള്ളതുകൊണ്ട് ⁻² എന്ന് കൊടുത്തു. Mg2+ൻ്റെ കോൺസെൻട്രേഷൻ S ആണ്, OHൻ്റെ 2S ആണ്. ക്ലിയർ? അപ്പോൾ അതിൽ നിന്ന് ഇക്വേഷൻ കിട്ടി. 4s³ കിട്ടി. എസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.5 × 10⁻⁻⁴
-4. അപ്പോൾ സോളിബിലിറ്റി പ്രോഡക്റ്റ് ഈക്വൽ ടു 4 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻⁻³ വാല്യൂ കിട്ടിയില്ലേ? ആ ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. നന്നായി ഓർത്തിരിക്കണം. ആദ്യത്തെ 2 സ്റ്റെപ്പെങ്കിലും ഓർത്തിരിക്കണം. അതിൽ നിന്ന് സോളിബിലിറ്റി പ്രോഡക്റ്റ് കാണുന്നത് ക്വസ്റ്റ്യനായിട്ട് എഴുതാം. റെഡി? 2016 സെപ്റ്റംബർ മാസം, അതായത് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വന്ന് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. ദി സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് സോൾട്ട് ഈസ് റിലേറ്റഡ് ഇറ്റ്സ് സോളിബിലിറ്റി. സോളിബിലിറ്റിയും സോളിബിലിറ്റി പ്രോഡക്റ്റും തമ്മിൽ ബന്ധമുണ്ട്. റെഡി അല്ലേ? ഗിവ് ദി റിലേഷൻ ബിറ്റ്വീൻ സോളിബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സോളിബിലിറ്റി ഓഫ് ബേരിയം സൾഫേറ്റ്. അപ്പോൾ ബേരിയം സൾഫേറ്റിൻ്റെ സോളിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഇത് ഉണ്ടോ? ബേരിയം സൾഫേറ്റിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കിയേ. Ba2++ SO4 -. ഇവിടെ SO4 ഒന്നേ ഉള്ളൂ. നേരത്തെ OH 2 ഉണ്ടായിരുന്നു നേരത്തെ ഇക്വേഷനിൽ. ഇവിടെ SO4 ഒന്നേ ഉള്ളൂ. അപ്പോൾ Ba2++ SO4 ക്ലിയർ. അപ്പോൾ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്താവും? സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 Ba2+ S, SO4 S, അപ്പോൾ S² ആവും. S² KSP തന്നിട്ടുണ്ട് 1.2 ഇൻറ്റു 10⁻⁻10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഉണ്ടോ? ആദ്യം ഇക്വേഷനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ KSP ഈക്വൽ ടു S² എന്ന് എഴുതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഈസ് 1.2 ഇൻറ്റു 10⁻⁻10 അറ്റ് 298 Kelvin. കാൽക്കുലേറ്റ് സോളിബിലിറ്റി ഓഫ് ബേരിയം സൾഫേറ്റ്. അപ്പോൾ എസ് ആണ് കണ്ടത്, KSP അല്ല. ദെയർഫോർ S ഈക്വൽ ടു റൂട്ട് ഓഫ് KSP. KSPയുടെ വാല്യൂ 1.2 ഇൻറ്റു 10⁻⁻10. അതിൻ്റെ റൂട്ട് എടുത്താൽ 0.109 മോളാർ. ഓക്കെ. ആ 15 തന്നെ B ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ. വാക്കിൽ തന്നെ ഉണ്ട് ഹോമോജീനിയസ്, ഒരേ ഫേസിൽ വരിക. റിയാക്റ്റൻറ്റും പ്രോഡക്റ്റുമൊക്കെ ഒരേ ഫേസിൽ വരിക. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഡിഫറൻറ്റ് ഫേസിൽ വരിക. നോക്കൂ എക്സാമ്പിൾ. ഹോമോജീനിയസിന് N2+ 3H2 gives 2NH3. എല്ലാം വാതകാവസ്ഥയിലാണല്ലോ. G നിധി കണ്ടില്ലേ? ഹൈഡ്രജനും നൈട്രജനും അമോണിയയും ഒക്കെ വാതകാവസ്ഥയിലാണ്, ഒരേ ഫേസിലാണ്. അതുകൊണ്ട് ഹോമോജീനിയസ് ഇക്വിലിബ്രിയമാണ്. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ നോക്കൂ. CaCO3 സോളിഡ് ഗിവ്സ് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ്. ക്ലിയർ? എളുപ്പമല്ലേ? അതിൽ സോളിഡും ഉണ്ട് ഗ്യാസും ഉണ്ട്, ഡിഫറൻറ്റ് ഫേസ് ഉണ്ട്. ദെയർഫോർ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഇതും സ്ഥിരമായി വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും വിട്ടുപോകരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഫോർ ദി ഫോളോയിങ് ഇക്വിലിബ്രിയം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്ന് കണ്ടില്ലേ നിങ്ങൾ? നോക്കൂ. Kc ഇതെന്താ ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാനുള്ള ഇക്വേഷൻ ആണത്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിലെ പ്രോഡക്റ്റ് ആരൊക്കെയാണ്? CuSO4 3H2O പിന്നെ 2H2O. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എടുത്ത് കണ്ടോ നമ്മൾ? CuSO4 3H2O എൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. അത് എത്ര ഉണ്ട്? 2 ഉണ്ട്. ⁻² എന്ന് കൊടുത്തു. പ്രോഡക്റ്റ് സൈഡിൽ 2 പ്രോഡക്റ്റുകൾ കൂട്ടിയിട്ടൊക്കെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുമ്പോൾ ആ പ്രോഡക്റ്റുകളുടെ ഗുണനമാണ് ഇതുണ്ട്, ഗുണിക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും എക്സാമിന് ഇത് ആൻസർ എഴുതുമ്പോൾ Kc എഴുതുമ്പോൾ പ്ലസ് ഇട്ട് കാണാം. പ്ലസ് അല്ല ചെയ്യേണ്ടത്. ആരോ മാർക്കിന് ശേഷമുള്ള പ്രോഡക്റ്റുകളുടെ ആ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഗുണിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ റിയാക്റ്റൻ്റ് സൈഡിൽ ഒന്നിലധികം റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ അവയുടെ കോൺസെൻട്രേഷൻ തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. ഈ ഇക്വേഷനിൽ ഒരു റിയാക്റ്റൻ്റ് ഉള്ളൂ. CuSO4 5H2O എന്ന് പറഞ്ഞ ഒറ്റ റിയാക്റ്റൻ്റ് ഉള്ളൂ. അപ്പോൾ അയാളെ കോൺസെൻട്രേഷൻ കൊണ്ട് കണ്ടോ ഹരിച്ചത്? നന്നായി ഓർത്തിരിക്കണം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണല്ലോ. ഓക്കെ. അതിൽ B നോക്കുക. ദി സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് AlOH thrice ഈസ്
1.0 into 10 raised to minus 34. Calculate solubility of AlOH thrice. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ വന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ആ ഇക്വേഷൻ എഴുതി AlOH ത്രൈസിൻ്റെ സോലിബിലിറ്റി എസ് ആണെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്താൽ Al3+ഉം 3OH മൈനസും കിട്ടും. അപ്പോൾ Al3+ന് എസ് ആണെങ്കിൽ OHന് 3s ആവും. ഇക്വേഷനിൽ കൊടുത്തു. KSPൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അയോണുകളുടെ കോൺസെൻട്രേഷനാണ് അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് Al3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് റൈസ് ടു 3. Al3+ൻ്റെ കോൺസെൻട്രേഷൻ എസ്, OHൻ്റെ കോൺസെൻട്രേഷൻ 3s, അപ്പോൾ 3s³, 27s റൈസ് ടു 4. വാല്യൂ കൊടുത്തു, KSP കണ്ടു, 10⁻⁻⁹ മോളാർ. ഇതൊക്കെ ചെയ്യണേ എങ്ങനെയും ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ റൂട്ട് എടുക്കലും ക്യൂബ് റൂട്ട് എടുക്കലും ഇതൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാൽ തന്നെ മാർക്കായി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 17. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നില്ലേ. എന്താ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ പെയർ. ലൂയിസ് ബേസ് എന്നാൽ ഡോണർ ഓഫ് ഇലക്ട്രോൺ പെയർ. എക്സാമ്പിൾ അറിയാലോ. ലൂയിസ് ആസിഡിന് എക്സാമ്പിളാണ് BF3, AlCl3 ഒക്കെ. ലൂയിസ് ബേസിന് എക്സാമ്പിളാണ് NH3, H2O തുടങ്ങിയ ആളുകളൊക്കെ. അതിൽ ബി, റൈറ്റ് ദി ഹെൻഡേഴ്സൺ-ഐസൻബർഗ് ഇക്വേഷൻ ഫോർ ആൻ അസിഡിക് ബഫർ. കാൽക്കുലേറ്റ് ദി pH ഓഫ് ആൻ അസിഡിക് ബഫർ കണ്ടെയ്നിങ് 0.1 മോളാർ CH3COOH ആൻഡ് 0.5 മോളാർ CH3COONA. അതായത് സോൾട്ടും ഒരു വീക്ക് ആസിഡും മിക്സ് ചെയ്തൊരു ബഫറാണ്. അതിൻ്റെ pH കാണണം. ആ pH കാണണമെങ്കിൽ ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ്റെ പേരാണ് ഹെൻഡേഴ്സൺ-ഐസൻബർഗ് ഇക്വേഷൻ. ആ ഇക്വേഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക. pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ആസിഡ്. സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ തന്നത് സോൾട്ടാണ് CH3COONA എന്നാണ് 0.5. ആസിഡ് വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നത് 0.1 മോളാർ. ആ വാല്യൂയിൽ അപ്ലൈ ചെയ്തു. pKa വാല്യൂയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിമ്പിളായ ഡയറക്റ്റായൊരു ക്വസ്റ്റ്യനാണ്. പഠിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ്. അപ്പോൾ ചിലർക്ക് pKa തന്നിട്ടില്ല, KA അല്ലേ ക്വസ്റ്റ്യനിലുള്ളൂ. KA ഉള്ളൂ. KA ഫോർ CH3COOH ആണ് അവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് pKa എങ്ങനെ കാണുക? pKa എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് KA എന്നാണ്. ഏതുപോലെ pH എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് H+ എന്ന് പറയുന്നത് പോലെ pKa എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് KA. അപ്പോൾ KAയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മൈനസ് ലോഗ് KA 1.8 × 10⁻⁻6. അതിൻ്റെ വാല്യൂ ഏതാണ്? ആ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് ആ ഇക്വേഷൻ? ഹെൻഡേഴ്സൺ-ഐസൻബർഗ് ഇക്വേഷൻ എന്താണ്? pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ക്ലിയർ? 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്റ്റിംഗ് ദി ഡയറക്ഷൻ വിച്ച് a given reaction will proceed at any stage. കേട്ടാ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയാൻ പറ്റും. അത് ഫോർവേഡ് കാണാൻ പോവുക, ബാക്ക്വേഡ് കാണാൻ പോവുക എന്നൊക്കെ. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ടു ഫോർവേഡ് ഡയറക്ഷൻ. ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കുക എന്ന് താഴെ പറയുന്ന ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക? QC KCയേക്കാൾ കുറവാണെങ്കിൽ ഫോർവേഡ്ക്ക് പോകും അല്ലേ. ക്യൂ കുറവാണെങ്കിൽ മുന്നിൽ പോവും. ക്യൂ വലിയ ക്യൂ ആണെങ്കിൽ എന്താ പ്രശ്നം എന്നറിയുമോ? ഇനിയിപ്പോൾ വാങ്ങണ്ട, നാളെ വാങ്ങാന്ന് പറഞ്ഞാൽ റേഷൻ ഷോപ്പിൽ വരിക്കലാണ് നിർത്തിയിട്ട് വരേക്ക് പോകും. അപ്പോൾ ക്യൂ വലുതായാൽ ബാക്കിലേക്കാണ് പോവുക, ക്യൂ ചെറുതായാൽ മുന്നിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ ബി, റൈറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ഇത്. ഹൈ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് സജസ്റ്റ്
ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഇൻ ഇക്വിലിബ്രിയം മിക്സ്ചർ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടിയാൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നാണ് അർത്ഥം എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഫാൾസ്. ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ വിൽ ബി ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റാണ് കൂടുക. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്നാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുക. റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത് സി. സ്റ്റേറ്റ് Le Chatelier principle. Applying this principle, explain the effect of pressure in the following equilibrium. താഴെ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ എന്ത് ചെയ്യണം? പ്രഷറിന് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത് എന്ന് പറയണം. എന്താ Le Chatelier പ്രിൻസിപ്പിൾ? ഇതൊക്കെ 10th നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു രാസപ്രവർത്തനം, ഇക്വിലിബ്രിയത്തിലുള്ള രാസപ്രവർത്തനത്തിൻ്റെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, അതായത് ഗാഢത, മർദ്ദം, ഊഷ്മാവ് എന്നിവ മാറ്റം വരുത്തിയാൽ സിസ്റ്റം ആ മാറ്റം മൂലമുണ്ടാകുന്ന എഫക്റ്റിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇംഗ്ലീഷിൽ അവിടെ ഉണ്ട്, ഞാൻ വായിക്കണില്ല. ആ ഇക്വേഷനിൽ പ്രഷറിൻ്റെ സ്വാധീനം എന്താണ്? പ്രത്യേകം നോക്കുക. CO 1 H2 3. അപ്പോൾ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് സൈഡിൽ 4 ഗ്യാഷ്യസ് മോളിക്യൂളുണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ 2 ഉള്ളൂ, CH4 H2O. റെഡി? അതുകൊണ്ട് പ്രോഡക്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കുറവാണ്, റിയാക്റ്റൻ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്. 4 ഇപ്പുറത്ത് 2 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്താലാണ് അത് ഫോർവേഡിലേക്ക് നടക്കുക. ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ ഫോർവേഡിലേക്ക് പോകും. കാരണം പ്രഷർ അപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് പ്രഷർ കൂട്ടുമ്പോൾ ഫോർവേഡിലേക്ക് നടക്കും. ഫോർവേഡ് സൈഡിലേക്ക് നമ്പർ ഓഫ് മോൾസ് കുറവാണ്, 4 നിന്ന് 2 പോവുകയാണ്. ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് ദി അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആസിഡ് ബേസ് കൺസെപ്റ്റിലെ അറീനിയസ് കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് പഠിച്ചു വെക്കണം, എഴുതി വെക്കണം, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി ക്വസ്റ്റ്യനിൽ വരും. ഇതാ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്. എന്താ അറീനിയസ് കൺസെപ്റ്റിൽ? ആസിഡ് എന്ന് പറഞ്ഞാൽ ഡോണർ ഓഫ് H+ അയോൺ, H+ കൊടുക്കുന്ന ആൾ. ബേസ് എന്ന് പറഞ്ഞാൽ OH- കൊടുക്കുന്ന ആൾ, ഡോണർ ഓഫ് OH- അയോൺ. എക്സാമ്പിൾ ഇല്ലേ? ആസിഡിന് HCl, HNO3, H2SO4 ഒക്കെ. ബേസിന് NaOH, KOH, CaOH ടോയ്സ്, ഇതൊക്കെ. അടുത്തത് ബി. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kp ഫോർ ദി ഫോളോയിങ് ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയം ഏതാ കൊടുത്തത്? 2NOCl gives 2NO + Cl2. അതിൻ്റെ Kp കാണണം. എങ്ങനെ Kp കാണുക? Kp കാണാൻ എന്ത് ചെയ്യണം? Kc ആണെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. Kp കാണുമ്പോൾ P എന്നാണ് ഇടുക. P അല്ലേ, പ്രോഡക്റ്റ് സൈഡിൽ NOയും Cl ഉള്ളു. അപ്പോൾ PNO². പിന്നെ പ്രോഡക്റ്റ് ഏതാ? PCl2 ഒന്നുള്ളൂ. ബൈ റിയാക്റ്റൻ്റ് സൈഡിലുള്ള ആളെ താഴെ എഴുതണം. PNOCl². എന്താ സ്ക്വയർ വന്നത്? NOCl 2 ഉണ്ട്. ക്ലിയർ? അപ്പോൾ അത് കിട്ടി. അടുത്തത് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് Kc ഫോർ ദി എബോവ് ഇക്വിലിബ്രിയം ഇഫ് Kp ഈസ്. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ നേരത്തെ പഠിച്ചു വെച്ചതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. Kp = Kc × RT⁻∆n. ഈ ഇക്വേഷനിലെ ΔN കണ്ടു. ΔN എത്ര? പറയ്. ആ ഇക്വേഷനിലെ ΔN എത്ര? പ്രോഡക്റ്റ് സൈഡിൽ 3 മോളിക്യൂൾ ഉണ്ട് ഗ്യാസിൻ്റെ. 2NO, Cl2, Cl2 1, NO 2, അപ്പം 3. റിയാക്റ്റൻ്റ് സൈഡിൽ 2 മോളിക്യൂൾ ഉണ്ട്. അപ്പം 3-ൽ നിന്ന് 2 കുറച്ചാൽ 1, ΔN 1 കിട്ടി. അത് വെച്ച് ചെയ്യുക. Kp തന്നിട്ടുണ്ട്, Kc കണ്ടുപിടിക്കുക. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്യണം.
ചിലർക്ക് സംശയം ഉണ്ടാകും, കെ സി ഈക്വൽ ടു കെ പി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ ആണോ? അല്ല, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. Le Chatelier principle makes a qualitative prediction about the changes in condition on equilibrium. ഇക്വിലിബ്രിയത്തിലെ ചേഞ്ചസിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് Le Chatelier പ്രിൻസിപ്പിൾ. ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് Le Chatelier പ്രിൻസിപ്പിൾ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, നീ ആവർത്തിക്കുന്നില്ല. അടുത്ത ബി, N2 + O2 ഡബിൾ ഹെഡഡ് ആരോ 2NO. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദി എബോവ് ഇക്വിലിബ്രിയം? ഈ ഇക്വേഷനിൽ ഇക്വിലിബ്രിയത്തിൽ പ്രഷറിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. കാരണം എന്താണെന്നറിയോ? പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസിന് തുല്യമാണ് റിയാക്റ്റൻ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ്. N2 ഒന്നാണുള്ളത്, O2 ഒന്നാണുള്ളത്, പ്രോഡക്റ്റ് സൈഡിലുള്ള NO 2 ഉള്ളത്. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസും പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസും തുല്യമായതുകൊണ്ട് ഈ രാസപ്രവർത്തനത്തിൽ പ്രഷറിന് യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടാവില്ല. എന്ത് ഇൻഫ്ലുവൻസാണ് പ്രഷറിന് എന്നാണ് ചോദ്യം. ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ ഈ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പായി നോക്കുക, പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസ് തുല്യമാണോ? തുല്യമാണെങ്കിൽ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഇല്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ എണ്ണം കുറഞ്ഞ ഭാഗത്തേക്ക് പ്രഷർ കൂട്ടിയാൽ രാസപ്രവർത്തനം നടക്കും. ഇത്രേ ഉള്ളൂ, ഇനി കൂടുതൽ വിശദീകരിക്കണില്ല അത്. ഓക്കെ. അതിൽ സി, ദി സ്പീഷീസ് HCO3- ആൻഡ് HSO4- ക്യാൻ ആക്ട് ബോത്ത് ആസ് ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസസ്. ഇതേപോലത്തെ ഒരു ചോദ്യം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എന്തൊരു എളുപ്പമാണ്. ആസിഡായും ബേസായും പ്രവർത്തിക്കുന്ന ആളെ നമ്മൾ എന്താണ് പറയുക? ആംഫോട്ടറിക് കോമ്പൗണ്ട്. HCO3- HSO4- ബ്രോൺസ്റ്റഡ് ആസിഡും ബ്രോൺസ്റ്റഡ് ബേസുമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആംഫോട്ടറിക് കോമ്പൗണ്ടാണ്. റൈറ്റ് ദി കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് ഓഫ് ദി അബോവ് സ്പീഷീസ്. ആസിഡ് കിട്ടാൻ H+ കൂട്ടി കൊടുക്കുക, ബേസ് കിട്ടാൻ H+നെ കളയുക. ഇതേപോലത്തെ ചോദ്യം എന്ന് വന്നിട്ടുണ്ട് അറിയാം. 2019 ഓഗസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് 2014 ഓഗസ്റ്റിലുള്ളതാണ്. ഓക്കെ. അതാണ് അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തത്. 18ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആൻസർ കൊടുത്തതേ. ഓക്കെ. നെക്സ്റ്റ്, അതിലെ സിയിലെ കോഞ്ചുഗേറ്റ് ആസിഡും ബേസും വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. H2CO3യുടെ കോഞ്ചുഗേറ്റ് HCO3- കോഞ്ചുഗേറ്റ് ആസിഡ് കാരണം ഒരു H+ കൂട്ടി കൊടുക്കുക. അപ്പോൾ എന്തായി? H2CO3 എന്നായി. HSO4- കോഞ്ചുഗേറ്റ് ആസിഡ് കിട്ടാൻ അതിലേക്ക് ഒരു H+ കൂട്ടി കൊടുക്കുക. H+ വരുമ്പോൾ ആ മൈനസും പ്ലസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ചാർജ് ഉണ്ടാവില്ല. പിന്നെ ഒരു H അധികം വരുമ്പോൾ H2SO4 എന്നായി. അതാണ് വന്നത്. ഇനി കോഞ്ചുഗേറ്റ് ബേസ് കിട്ടാൻ ഇതിൽ നിന്നൊക്കെ ഒരു ഹൈഡ്രജനെ കളഞ്ഞാൽ മതി. HCO3- എന്നൊരു ഹൈഡ്രജനെ കളഞ്ഞാൽ H+നെ കളഞ്ഞാൽ ഒരു മൈനസ് ചാർജ് കൂടി അതിന് വരും. അപ്പോൾ CO3 2- എന്നാവും. HSO4- എന്നൊരു H+നെ കളഞ്ഞാൽ പറയും ഒരു മൈനസ് കൂടിയും വരും, 2- ആവും അല്ലേ? H പോവുകയും ചെയ്യും. അപ്പോൾ SO4 2- ആയി. റെഡി. 21ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ എ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ Kc. ഇപ്പോൾ കോൺസെൻട്രേഷൻ ടേമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണുക എന്ന് പറഞ്ഞാൽ Kc കാണുക. ഇക്വേഷൻ അതവിടെ തന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, എത്ര ക്വസ്റ്റ്യനാണ് ഇതേപോലെ വന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ തരുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, പഠിച്ചു വെക്കണം. അത്രയും പ്രാധാന്യമാണ്. കണ്ടോക്കൂ, അതിൻ്റെ Kc കാണും. നോക്കൂ, പ്രോഡക്റ്റിലെ ആളുടെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് ഗുണിക്കുക. AgNO3 ആണ് ഒരു പ്രോഡക്റ്റ്. അതാ കോൺസെൻട്രേഷൻ ഓഫ് AgNO3 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ കോൺസെൻട്രേഷൻ ആയി അല്ലേ? അത് 2 ഉള്ളതുകൊണ്ട് അതിൻ്റെ പവറാക്കി 2 എന്ന് കിട്ടും. അടുത്ത H2O എന്നുള്ളൂ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് മതി. അത് തമ്മിൽ ഗുണിച്ചൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനെ മൊത്തത്തിൽ റിയാക്റ്റൻ്റ് കൊണ്ട് ഹരിക്കുക. ആരെ റിയാക്റ്റൻ്റ്? ഒന്ന് Ag2O ആണ്, കോൺസെൻട്രേഷൻ ഓഫ് Ag2O. വേറൊന്ന് HNO3 ആണ്, കോൺസെൻട്രേഷൻ ഓഫ് HNO3. അത് 2 ഉണ്ട്. അപ്പോൾ പവർ 2.
ഓക്കെ. അടുത്തതിൽ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ബഫർ സൊല്യൂഷൻ, ഗിവൻ എക്സാമ്പിൾ ഫോർ എ ബഫർ സൊല്യൂഷൻ. ബ്ലഡ് നല്ലൊരു ബഫറാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ, എന്താ ബഫർ? ആസിഡോ ബേസോ ചെറിയ അളവിൽ ആഡ് ചെയ്താൽ pH ഒരു ചേഞ്ച് ഉണ്ടാക്കാത്തത് സൊല്യൂഷൻ. ഓക്കെ. സി, ദി കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്. പെപ്സിയിലോ കൊക്കക്കോളയിലോ അതുപോലെ സോഡയിലോ ഒക്കെ ഉള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ 3.8 × 10⁻⁻⁴ മോളാർ ആണെങ്കിൽ pH കാണുക. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എത്തണം ഒന്നില്ലേ. pH കണ്ടു, pH കാണാനുള്ള ഇക്വേഷൻ -log H+, Hൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കൊടുത്തു, 2.42 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ക്വസ്റ്റ്യൻ്റെ അതേ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മറ്റൊന്ന് നോക്കൂ. 22. വാട്ട് ഈസ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ? കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു H+ അയോണിൻ്റെ വ്യത്യാസമുള്ള ഒരു ജോഡി ആളുകൾക്കാണ് എന്ത് പറയുക? കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയാം. നോക്ക്, NH4+ ആൻഡ് NH3, അത് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയറാണ്. NH4+ഉം NH3യും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു H+ൻ്റെ വ്യത്യാസമുണ്ട്. H2O ആൻഡ് OH-, ഇത് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയറാണ്. അപ്പോൾ എന്താ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഒരു H+ അയോണിൻ്റെ വ്യത്യാസം മാത്രമുള്ള ഒരു ജോഡി ആൾക്കാർക്കാണ് എന്ത് പറയുക? കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. എക്സാമ്പിളുമായി ഇനി ഡിഫൈൻ pH സ്കെയിൽ. എന്താണ് pH എന്ന് പറഞ്ഞാൽ -log കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ്, അതിൻ്റെ ഡെഫിനിഷൻ. ഇനി pH ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 2.42. ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ pH 2.42 ഈ സൊല്യൂഷൻ്റെ സ്വഭാവം എന്താണ്? ഇത് അസിഡിക്കാണ്. കാരണം pH 7 കുറഞ്ഞാൽ അസിഡിക് ആയിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് അസിഡിക്കാണ്. അതിൽ സി, ആൻ aqueous സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് ആസിഡിക് while that of Na2SO4 ഈസ് ന്യൂട്രൽ. എക്സ്പ്ലെയിൻ. ന്യൂട്രലായ ആൾ എന്താണ്? അത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ സോഡിയം സൾഫേറ്റ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. CuSO4 അസിഡിക് ആവാൻ അപ്പോൾ എന്തായിരിക്കും കാരണം? ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ഒരു പാർട്ടും കൂടെ, ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ച് വന്ന തേർഡ് പാർട്ടും കൂടെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ തേർഡ് പാർട്ടും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. എന്താ കോൺഫിഡൻസ്? ഓരോ വർഷവും ചോദിച്ച ക്വസ്റ്റ്യൻ തൊട്ട് മുന്നത്തെയോ അതിൻ്റെ മുന്നത്തെയോ ആയിട്ടുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചാൽ തീർച്ചയായും ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 5 മാർക്ക് എനിക്ക് വാങ്ങാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഓരോരുത്തർക്കും ഉണ്ടാവുക. അപ്പോൾ ധൈര്യമായിട്ട് നിൽക്കുക, പഠിക്കുക. ഫസ്റ്റ് പാർട്ട് ഒന്നുകൂടെ കേൾക്കുക. ഈ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ കേട്ടതിന് ശേഷം ഈ 2 പാർട്ടിലും എത്ര കോമൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് അതിലെ പ്രധാന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും മനസ്സിലാക്കി വെക്കുക. തീർച്ചയായും നല്ലൊരു മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3ാമത്തെ പാർട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിർത്തിയാലോ? പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം മറ്റൊരു കാര്യം, പ്രീവിയസ് ക്ലാസ് ഇനി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.